യുദ്ധത്തിന് മുൻപ് ആരാധനയുടെയും ആഘോഷത്തിന്റെയും കൂട്ടായ്മയുടെയും പങ്കുവയ്ക്കലിന്റെ നാളുകളായിരുന്നു ഫാത്തിമ അൽ-ലബ്സിക്ക് റമദാൻ. വടക്കൻ ഗസയിലെ ജബാലിയിലുള്ള വീട്ടിൽ ഭർത്താവും മക്കളുമൊപ്പം എല്ലാവരും ഉണ്ടാകും. കുടുംബ സന്ദർശനം, പെരുന്നാൾ ഷോപ്പിംഗ്, ഇഫ്താർ വിഭവങ്ങൾ ഒരുക്കൽ, പ്രാർത്ഥനകൾ, അങ്ങനെ കർമ്മനിരതവും കളർഫുള്ളുമാകും ആ ദിവസങ്ങൾ. എന്നാൽ ഇത്തവണ സങ്കടത്തിന്റെയും വേദനയുടെയും റമദാനാണ്. ഭർത്താവും മരുമകനും ഉൾപ്പെടെ പ്രിയപ്പെട്ട പലരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. സന്തോഷം കളിയാടിയിരുന്ന വീട് ചാരമായി. റമദാനിൽ പ്രാർത്ഥനയ്ക്ക് പോകാറുണ്ടായിരുന്ന പള്ളിയും ഇപ്പോൾ അവിടെയില്ല. നല്ല ഭക്ഷണമില്ല, വെള്ളമില്ല, എങ്ങും മരണത്തിന് ഗന്ധം, ചുറ്റിലും ദുരന്ത ബാക്കി പോലെ. ഇസ്രായേൽ നരനായട്ടിൽ തവിടുപൊടിയായ സ്വപ്നങ്ങളും ബാക്കി. പ്രിയപ്പെട്ടവനൊപ്പമുള്ള നോമ്പുകാലത്തിന്റെ ഓർമ്മയിലാണിപ്പോൾ അൽ-ലബ്സി. അദ്ദേഹത്തിനൊപ്പം ഇരുന്ന് നോമ്പ് തുറന്ന നാളുകൾ അത്രയും മിസ് ചെയ്യുന്നുണ്ട്. ആ മനോഹര നിമിഷങ്ങൾ ഇനി ആർക്കും തിരികെ കൊണ്ട് തരാനുമാകില്ല. ആരാധനകളിൽ മുഴുവൻ ഭർത്താവിനെയും കൂടെ കരുതുന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ദുരന്തങ്ങൾക്കിടയിൽ പുതിയ ജീവിതവും ആകാശവും നേടിയെടുക്കുന്നവരാണ് ഫലസ്തീനികൾ. അതിന്റെ നിദർശനങ്ങളാണ് ഗസയിലെ തെരുവോരങ്ങളിൽ ഇപ്പോൾ കാണുന്നത്. ഖാൻ യൂനിസും റഫായും ജബാലിയയിലുമെല്ലാം റമദാന്റെ ആഘോഷ പൊലിമയിലാണ്. എങ്ങും ദീപങ്ങളും അലങ്കാര വിളക്കുകളും കാണാം. എല്ലാവരും ഒന്നിച്ചിരുന്ന് നോമ്പ് തുറക്കുന്നു. ലഭ്യമായ വസ്തുക്കൾ കൊണ്ട് വിഭവങ്ങൾ ഒരുക്കി എല്ലാവർക്കും പങ്കിടുന്നു. അനാഥരെ, വിധവകളെ, പ്രിയപ്പെട്ടവരെ നഷ്ടമായവരെ എല്ലാം അവർ അത്താഴവും ഇഫ്താറും ഊട്ടുന്നു. റമദാനിൽ മഗ്‌രിബിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് വല്ലാത്തൊരു അനുഭവമാണ്. എന്നാൽ ഗസയിൽ ഇനി വാങ്കുകൾ ഉയരാൻ പള്ളികളില്ലെന്ന് പറയുന്നു ഫലസ്തീനി എഴുത്തുകാരി എസ്ര അബു ഖമർ. പള്ളികളെല്ലാം ഒന്നൊഴിയാതെ തകർന്നടിഞ്ഞു കിടക്കുകയാണ്. അടുത്തുള്ള പള്ളിയിലെ മുഅദ്ദിന്റെ കേട്ടുപരിചയിച്ച ശബ്ദത്തിലുള്ള വാങ്ങു കേട്ടായിരുന്നു എന്നും നോമ്പ് തുറക്കാറുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം വാങ്കിനു പകരം മിസൈലുകളും വെടിയൊച്ചകളുമായിരുന്നു എങ്ങുമെന്നും ഓർത്തെടുക്കുന്നുണ്ട് എസ്ര. ഗസയിലെ ഏറ്റവും മനോഹരവും ചരിത്ര പ്രസിദ്ധവുമായ ഗ്രേറ്റ് ഉമരി മസ്ജിദ് വരെ ഇസ്രായേൽ ബോംബിട്ട് ചാരമാക്കിയിട്ടുണ്ട്. റമദാന്റെ അവസാനത്തെ 10 ദിവസവും ഉപ്പയും സഹോദരങ്ങളുമെല്ലാം പൂർണ്ണമായി ഉമരി പള്ളിയിലാണ് ചെലവഴിക്കാറുണ്ടായിരുന്നെന്നും എസ്ര പറയുന്നു. ഖുർആൻ പാരായണവും പ്രാർത്ഥനകളുമായി എങ്ങും ഭക്തി നിർഭരമായിരിക്കും പള്ളി. എത്രയോ നൂറ്റാണ്ടുകാലം റമദാനുകൾക്ക് സാക്ഷ്യം നിന്ന അപൂർവ ചരിത്ര സ്മാരകം കൂടിയായിരുന്നു അത്. എന്നാൽ ഉമരി പള്ളി എന്ന മനോഹരമായ നിർമ്മിതിയുടെ ഒരു പൊടി പോലും ഇപ്പോഴവിടെ ബാക്കിയില്ലെന്നും പറയുന്നു എഴുത്തുകാരി. ഇത്തവണ ഒരു ആശ്വാസമുണ്ട്. വെടിനിർത്തൽ കാലത്താണ് റമദാൻ എത്തിയിരിക്കുന്നത്. മിസൈൽ ആക്രമണത്തിന്റെ ഭീകര ശബ്ദത്തിന്റെ അകമ്പടിയില്ലാതെ നോമ്പ് തുറക്കാം. സ്ഫോടന ശബ്ദങ്ങളിൽ അത്താഴത്തിന് ഞെട്ടി ഉണരേണ്ടി വരില്ല. യുദ്ധവിമാനങ്ങളുടെ കാതടപ്പിക്കുന്ന ശബ്ദം ആരാധനാ മുഹൂർത്തങ്ങളുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തില്ല. വീടും പരിസരവും അലങ്കാര വിളക്കുകൾ കൊണ്ട് മനോഹരമാക്കാൻ ആരെയും ഭയക്കേണ്ട. വേദനയിലും വിനാശത്തിനിടയിലും പ്രതീക്ഷാഭരിതമായ ജീവിതത്തിലേക്ക് ഗസ തെരുവുകൾ തിരിച്ചെത്തുകയാണെന്ന് പറയുന്നു എസ്ര അബു ഖമർ. നരനായാട്ടിൽ ബാക്കിയായ കടകളും മാർക്കറ്റുകളും വീണ്ടും തുറന്നിട്ടുണ്ട്. തെരുവു കച്ചവടക്കാർ സജീവമായിട്ടുണ്ട്. നുസൈറാത്തിലെ വലിയ സൂപ്പർ മാർക്കറ്റായ ഹൈപ്പർ മാൾ ഉൾപ്പെടെ തുറന്നിട്ടുണ്ട്. ചിക്കനും സാജ് ബ്രെഡും ഉള്ളിയും ചേർത്തുള്ള ഫലസ്തീൻ വിഭവമായ മുസഖാനായിരുന്നു എസ്രയുടെ വീട്ടിൽ ഇത്തവണ ആദ്യ ഇഫ്താറിന്. അതിനെങ്കിലുമുള്ള സാമ്പത്തിക ശേഷി തങ്ങൾക്കുണ്ടെന്ന് ആശ്വസിക്കാം. എന്നാൽ ഗസയിലെ ഭൂരിഭാഗം മനുഷ്യരുടെയും സ്ഥിതി അതല്ലെന്ന് പറയുന്നു എസ്ര. ചിക്കൻ സ്റ്റാളുകളെല്ലാം തുറന്നിട്ടുണ്ടെങ്കിലും ഇരട്ടി വില, അത് വാങ്ങാനുള്ള ശേഷി ഇപ്പോൾ അവിടെ അധികം ആർക്കുമില്ല. ഇല്ലായ്മയ്ക്കും വല്ലായ്മയ്ക്കും ഇടയിലും കൂട്ടായ്മയുടെ കരുത്തിൽ ജീവിക്കുന്നവരാണ് ഫലസ്തീനികൾ. ചാരങ്ങളിൽ നിന്ന് കൊണ്ടും കൊടുത്തും ജീവിതം കെട്ടിപ്പടുക്കുന്നവർ. ഇരുവശവും മല പോലെ കെട്ടിക്കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്ക് നടുവിൽ നീണ്ടൊരു സുപ്ര വിരിച്ച് അതിൽ ഭക്ഷണ വിഭവങ്ങൾ വിളമ്പി ഒന്നിച്ച് നോമ്പ് തുറക്കുകയാണ് ഗസക്കാരിപ്പോൾ. ചുറ്റിലുമുള്ള നിറംകെട്ട കാഴ്ചകളെ മറയ്ക്കുന്ന തരത്തിൽ അലങ്കാര വിളക്കുകൾ, പല വർണ്ണങ്ങളുള്ള വെളിച്ചം വിതറുന്നുണ്ട് എങ്ങും. നോമ്പിന്റെ ആഘോഷ പകിട്ട് വീണ്ടെടുക്കാനായില്ലെങ്കിലും റമദാനിന്റെ ആത്മീയ വീര്യം എങ്ങുമുണ്ടെന്ന് പറയുന്നു എസ്ര അബു ഖമർ. ഞങ്ങളുടെ പള്ളികളെല്ലാം തകർന്നിരിക്കാം, എന്നാൽ വിശ്വാസത്തിൽ ഒരിളക്കവും ഉണ്ടാക്കാൻ അവർക്കായിട്ടില്ല. തകർന്നടിഞ്ഞ വീടുകളിലും ടെന്റുകളിലും ഞങ്ങൾ നിശാപ്രാർത്ഥനകൾ തുടരുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു. ഈ ഇരുണ്ട കാലം അവസാനിച്ച് സമാധാനത്തിന് നല്ല കാലം വരാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ദുരിതങ്ങൾക്കെല്ലാം അവൻ അനുഗ്രഹങ്ങൾ ചൊരിയുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ കഴിയുന്നുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നു എസ്ര.